പോകുന്നുണ്ട്. പരാതിയല്ല, ഇവിടെ വേറെ 1-2 ആക്സിഡന്റ് നേരത്തെ ഉണ്ടായിരുന്നു. ഒരു സ്ഥിരം ആക്സിഡന്റ് മേഖല അല്ലെങ്കിലും ഇവിടെ ആക്സിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഇത് ഇറക്കാണ്, രണ്ടാമത് നല്ലൊരു വളവുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പരാതി കിട്ടിയില്ല, അത് അന്വേഷിക്കാം. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടുന്ന് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് മനസ്സിലായിട്ട് കണ്ടവരാരുമില്ല, കാരണം ഇവിടെ ഒന്നും വീടില്ലാത്തതുകൊണ്ട് കണ്ടവരാരുമില്ല. ഒരു പക്ഷേ ഇവിടുന്ന് ആരെങ്കിലും എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ട്രാക്കിൽ വന്ന വാഹനം ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുറകിൽ നിന്ന് ബസ് റൈറ്റിലേക്ക് കട്ട് ചെയ്യും. റൈറ്റിലേക്ക് അങ്ങനെ കട്ട് ചെയ്താൽ ഇതിൽ തട്ടാൻ സാധ്യതയാണ്. ഇതിൽ ഇടിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ട് തലകുത്തി മറിഞ്ഞാണ്, അങ്ങനെയാണ് മനസ്സിലായത്. ഈ ഡിവൈഡറല്ല അല്ലേ? അങ്ങനെയല്ലേ? ഈ സൈഡിലെ ഡിവൈഡറിലാണോ? അപകടത്തിന്റെ ആഘാതം മനസ്സിലാകുമ്പോൾ വളരെ വലിയൊരു വേഗതയിലാണ് ബസ്. കാരണം ചേസ് അടക്കം അവിടെ നിന്ന് ഉരുത്തിരിച്ചിട്ടുണ്ട് ആ ബസ്സിന്റെ. വേഗത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് വേഗത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു അത്യാവശ്യം വേഗത ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഓടിച്ച ആളുകളുടെ അവസ്ഥകളൊന്നും എല്ലാവർക്കും പരിക്കുണ്ട്. ബസ്സിൽ 26 പേരിൽ 26 പേർക്കും പരിക്കുണ്ട്. നാട്ടുകാരുടെ ഇടപെടലാണ് ഏറ്റവും വളരെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ. കാരണം പോലീസ് സ്റ്റേഷൻ കുറച്ച് അപ്പുറത്താണല്ലോ. ഇവിടെ കണ്ടുവന്ന നാട്ടുകാരാണ് ആദ്യം വന്നിട്ട് ഇതിന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതെല്ലാം ഈ നിൽക്കുന്ന നാട്ടുകാരും ബാക്കിയുള്ള ആളുകളും. നമ്മൾ ഇവിടുത്തെ 4 ഹോസ്പിറ്റലും പിന്നെ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലായിട്ടാണ് ആളുകളുണ്ട്. ഇവിടെ നമുക്ക് 4 ആശുപത്രി ഉണ്ട്, പിന്നെ താലൂക്ക് ആശുപത്രി ഉണ്ട്, അതുകൂടാതെ കോട്ടക്കൽ മിംസ് ആശുപത്രി ഉണ്ട്. മരിച്ച ആള് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പിന്നെ കോഴിക്കോട് പെരുവയൽ സ്വദേശിയാണെന്നുള്ളതാണ് കിട്ടിയത്.